അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഹബീബുമാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹാന്മാരായ അമ്പിയാക്കളെ കൊണ്ടും ഔലിയാക്കളെ കൊണ്ടും ഈ ലോകത്ത് അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, പരിശുദ്ധമായിട്ടുള്ള ഇസ്ലാം എന്ന മഹത്തായ ഒരു മതത്തെ ഈ ലോകത്തേക്ക് അതിൻ്റെ പ്രചാരകരായിക്കൊണ്ട് മഹാന്മാരായ അമ്പിയാക്കളെയും ഔലിയാക്കളെയും അതുപോലെ തന്നെ മഹാരഥന്മാരായ മുൻഗാമികളായി നമുക്ക് കഴിഞ്ഞുപോയ ഒരുപാട് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും അവർ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ ഈ ലോകത്തേക്ക് നമുക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. നമുക്കറിയാം, മഹാനായ അഷ്റഫുൽ ഖൽഖ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ അവിടുത്തെ അസ്ഹാബുകളും അതിനുശേഷം വന്ന ഖുലഫാഉ റാഷിദുകളും അതുപോലെ തന്നെ ഇസ്ലാമിനെ ഈ ഭൂമി ലോകത്തേക്ക് നമുക്ക് പരിചയപ്പെടുത്തിയ മഹാന്മാരായ ഇമാമിങ്ങൾ, അതുപോലെ തന്നെ പണ്ഡിത മഹത്തുക്കൾ എല്ലാവരും നമുക്ക് പറഞ്ഞു തന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളാണ്. മഹാനായ ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ആണ്ടിൻ്റെ മാസമാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് നാം അറിയപ്പെട്ട എല്ലാ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെയും ഖുതുബായി കൊണ്ട് വലിയ പദവികൾ അലങ്കരിച്ചുകൊണ്ട് ആത്മീയ ലോകത്തെ ഉന്നതമായ പദവിയിൽ വിരാജിക്കുന്ന മഹാനവർകൾ ഗൗസുൽ ആലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ മാസമാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടവരിൽപ്പെട്ട മഹാരഥന്മാരിൽപ്പെട്ടവരാണ് മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന മാതൃക ഏതാണ്? പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖത്തെ നമുക്ക് കാണിച്ചു തന്നവരാണ് മഹാനായ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെ അവദാനങ്ങളെ വാഴ്ത്തുകയും അവിടുത്തെ മദ്ഹുകളെ ആലപിക്കുകയും അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നിരന്തരമായി നാം പാരായണം ചെയ്യുന്നത് വഴി അള്ളാഹുവിൻ്റെ ഹിദായത്താകുന്ന അവൻ്റെ പ്രഭ നമ്മുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമാക്കാൻ നമുക്ക് സാധിക്കും. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വദിക്റുസ് സ്വാലിഹീന കഫാറത്തുൻ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ സ്മരിക്കൽ അത് വലിയ ആരാധനയാണ്. അതുപോലെ തന്നെ മഹാരഥന്മാരായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അവരെ നാം പറയലും അതുപോലെ തന്നെ അവരുടെ മദ്ഹുകൾ ആലപിക്കലും അവർക്ക് വേണ്ടി നാം ഖുർആൻ പാരായണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇബാദത്തുകൾ, അതുപോലെ തന്നെ അവരുടെ പേരിൽ നാം ഖുർആൻ ഓതി ഹദിയ ചെയ്യുക, അവരുടെ പേരിൽ ഭക്ഷണ വിതരണം നടത്തുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുവഴി നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമാക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, ഇന്ന് നാം ഓരോരുത്തരും ജീവിക്കുന്നത് തിന്മ നിറഞ്ഞൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും തിന്മ നിറഞ്ഞ വാർത്തകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊലപാതകങ്ങളും അതുപോലെ തന്നെ മദ്യവും ലഹരിയും മയക്കുമരുന്നും ഉൾപ്പെടെ ഒരുപാട് തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ അരങ്ങുവാണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.